ആകാശവാണി കോഴിക്കോട്. യുവവാണി. യുവസംരംഭകൻ അർജുനാണ് യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. കൂടെ അഭിരാമി. 2021 രാമനാട്ടുകരയ്ക്ക് സമീപം ഒരു സിവിൽ എഞ്ചിനീയറുകാരൻ ഒരു സംരംഭം തുടങ്ങി ഇപ്പോഴത് 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ലോകത്താദ്യമായി എഗ്ലെസ് ഓംലെറ്റ് എന്ന ആശയം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു സംരംഭത്തിലൂടെ രാമനാട്ടുകര സ്വദേശിയായ യുവസംരംഭകൻ അർജുൻ. ഇന്നത്തെ യുവാണിയിൽ നമ്മോടൊപ്പം ചേരുന്നു അർജുൻ. നമസ്കാരം അർജുൻ, യുവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരു വിശേഷണം ഉണ്ടല്ലോ, ദ ഓംലെറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. ആ ഒരു വിശേഷണം ആദ്യമായി കേട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? അതൊരു സർപ്രൈസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നൊരു സംഭവമായിരുന്നു. അപ്പം എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ സ്റ്റോറി കേൾക്കുകയും പുള്ളി ഔട്ട്ലുക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നീ നാളെ ഒന്ന് ഔട്ട്ലുക്കിൽ നോക്കിക്കോ, ഒരു ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞപ്പം ഞാൻ കാണുന്ന ആ ടൈറ്റിലോട് കൂടിയിട്ടുള്ളൊരു ന്യൂസാണ്. സോ അത് വലിയൊരു എനിക്ക് കിട്ടിയൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കാം മേ ബി, നമ്മുടെ ഭാഗ്യം. കുറേ ട്രൈയും ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനത്തെ ഒരു പേരിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത്. ഓക്കെ. ക്വീൻസ് ഇൻസ്റ്റൻറ്റ് എന്ന ബ്രാൻഡിൽ ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. റൈറ്റ്. അപ്പോൾ എന്താണ് ക്വീൻസ് ഇൻസ്റ്റൻറ്റ്? ക്വീൻസ് ഇൻസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫീമെയിൽ ബ്രാൻഡ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ ദൻസ് ഡ്യൂറബിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ആൻഡ് ക്വീൻസ് ഇൻസ്റ്റ വൺ ഓഫ് അവർ ബ്രാൻഡ്സ് ആണ്. ഞങ്ങൾക്ക് വേറെയും ബ്രാൻഡുകളുണ്ട്. മോങ്ക് കോണ്ടിമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, ഓംലെറ്റ് വാല എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡുണ്ട്. അപ്പം അതേപോലത്തെ ഒരു ബ്രാൻഡാണ് ക്വീൻസ് ഇൻസ്റ്റ. സോ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫീമെയിൽ ബ്രാൻഡ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് പ്രൊഡക്ട്സിലേക്ക് മാത്രമാണ്. അതായത് ഇപ്പം എഗ്ലെസ് ഓംലെറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 10 rupees സാഷയാണ്. ജസ്റ്റ് കസ്റ്റമർ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് പാനിലേക്ക് പാർന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 minute ഓംലെറ്റ് കുക്കായിട്ട് വരും. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ആൻഡ് കസ്റ്റമർക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്യുവർലി എഗ്ഗ് ഉണ്ടായിരിക്കും, പിന്നെ മസാലാസ്, ഓണിയൻസ് എല്ലാം ഉണ്ടാവും. പർട്ടിക്കുലർലി നമുക്ക് കംപ്ലീറ്റ്ലി ഒരു എഗ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. നാച്ചുറൽ എഗ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തു. ആ ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓംലെറ്റ്, ഇൻസ്റ്റൻറ്റ് ഓംലെറ്റ്. അത് ബ്രാൻഡ് ചെയ്യുന്നത് ക്വീൻസ് ഇൻസ്റ്റ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പേരിലാണ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ഡ്രൈഡ് ഫോമിലായിരിക്കുമല്ലോ ഈ ഒരു പൊടി ഉണ്ടാവുക. അപ്പം അതിൽ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? 95% ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും കുക്കിംഗ് സ്കിൽസിനനുസരിച്ചിട്ടാണ് ഓംലെറ്റ്സ് ഉണ്ടാവുന്നതും അതെങ്ങനെ ആക്കണമെന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്കൊരു 100% ഞാൻ ഒരു കാരണവശാലും പറയില്ല. കാര്യം ഓരോ ആൾക്കാരും ഉണ്ടാക്കുന്ന രീതി, യൂസ് ചെയ്യുന്ന ഓയിൽ, അത് ഉണ്ടാക്കുന്ന രീതികളും പാനുകളും ഒക്കെ വ്യത്യാസമുണ്ട്. ആൻഡ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചില ആൾക്കാർ ബ്രെഡ് ഓംലെറ്റിൽ യൂസ് ചെയ്യും, ചില ആൾക്കാർ ബർഗേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യും. അപ്പം അത് എന്തിനാണ് യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടും കൂടെ മാറിക്കൊണ്ടേയിരിക്കാം. വെറൈറ്റീസ് എന്തൊക്കെയാണ് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത്? നമുക്ക് എഗ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ കുറച്ച് യൂണീക്ക് പ്രൊഡക്റ്റുകൾ വരുന്നത്. ഓംലെറ്റ്സിൽ 5 varieties ഉണ്ട്. അതിൽ എഗ് വൈറ്റ് ഓംലെറ്റ്, നോർമൽ മസാല ഓംലെറ്റ്, എഗ് ബുർജി, പിന്നെ ടച്ചിങ്സ് എന്ന് പറഞ്ഞിട്ട് ബാർ സ്നാക്ക് ഉണ്ട്. അതാണ് ഓംലെറ്റ്സിൽ വരുന്നത്. ആൻഡ് നമ്മളിപ്പം എഗ് ക്യാപ്സ്യൂൾസ് ലോഞ്ച് ചെയ്യാനുള്ളൊരു പ്ലാനിലിരിക്കുന്നുണ്ട്. അതിനോടുകൂടെ എഗ് ബേസ്ഡ് ആയിട്ട് ഹെൽത്ത് ഡ്രിങ്ക്, അതായത് ഇപ്പം നോർമലി മാർക്കറ്റിലുള്ള ബാക്കിയുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകളിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടേത്. 2 years മുതൽ 100 years വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഡ്രിങ്ക് കഴിക്കാം. ആൻഡ് പ്യുവർലി നാച്ചുറലാണ്, നോ സിന്തറ്റിക്, നോ എമൽസിഫയേഴ്സ്. കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള ഹൈ ഗ്രേഡ് പ്രൊഡക്റ്റിനെക്കാട്ടും കോസ്റ്റ് കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ടു. നമ്മളെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്, മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ്, വൈറ്റമിൻ സി ധാരാളം ഉണ്ട് അതിൽ. സോ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഈ കാറ്റഗറിയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ബ്രാൻഡിൻ്റെ പേര് മൂപ്പ എന്നാണ്. ആൻഡ് അതിനൊരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MUPA ആണ് മൂപ്പ. അതിൽ MU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ MU ആണ്, PA എന്ന് പറഞ്ഞാൽ പാല്, നമ്മുടെ മിൽക്കിനെ സൂചിപ്പിക്കുന്നതാണ്. സോ അതൊരു ബ്രാൻഡായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് മാർക്കറ്റിൽ. നമ്മളെ റീറ്റെയിൽ പ്രൊഡക്റ്റുകളിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് അതായിരിക്കും. അതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ ടിൽ നൗ ഇന്ത്യയിലൊരു ബ്രാൻഡില്ല. കാര്യം പ്രോട്ടീൻ ആയിക്കോട്ടെ, വൈറ്റമിൻസ് ആയിക്കോട്ടെ, എന്ത് കാര്യം നമ്മൾ എടുത്തു നോക്കിയാലും ഇറ്റ് ഈസ് മോർ ഒരു സ്റ്റെപ്പ് അഹെഡാണ് എല്ലാ ബാക്കിയുള്ള ഡ്രിങ്ക്സ്, മാർക്കറ്റിലുള്ള ഡ്രിങ്ക്സിനേക്കാളും. ഹെൽത്ത് ഡ്രിങ്ക് കൂടാണ്ട് നമുക്ക് മയണൈസ് പ്രീമിക്സസ് ഉണ്ട്, വെജ് ആൻഡ് എഗ് ബേസ്ഡ് ആയിട്ടുള്ള.
സോ പ്രീമിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 100 gram പൗഡർ ക്യാൻ മേക്ക് അറൗണ്ട് 1.25 1.25 ലിറ്റർ വരെ മയണൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് ഷെൽഫ് സ്റ്റേബിളാണ്, സാൽമണല്ല ഈക്കോളിയൊക്കെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റും കൂടിയാണ്. പിന്നെ നമ്മളൊരു ടെൻഡർ കോക്കനട്ട് വാട്ടർ പൗഡർ ഇപ്പം റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും മേജർ ബ്രാൻഡുകൾക്ക് സെൽ ഔട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേറെ എക്സ്റ്റേണൽ പുതിയ പ്രൊഡക്റ്റുകൾ ഉള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിന് ഇപ്പം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ, അപ്പം എത്രയാണ് ആ ഒരു കാലാവധി വരുന്നത്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ടെസ്റ്റ് ആൻഡ് ട്രയൽസ് കഴിയുമ്പം നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ് കിട്ടും. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൈലേജ് നമ്മൾ പറയും, ARI സർട്ടിഫൈഡ് മൈലേജ്. അതേപോലെ നമുക്ക് എക്സ്പയറി നമ്മളൊരു പ്രൊഡക്റ്റിനെ ചെക്ക് ചെയ്യുമ്പം NABL അക്രിഡേറ്റഡ് ആയിട്ടുള്ള ലാബ്സിലും റീജിയൻ അനാലിറ്റിക്കൽ ലാബ്സിലും ഒക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അതിൽ നമുക്ക് 1 year to 2 yearsൻ്റെ ഇടയിൽ എക്സ്പയറി ഉണ്ട്. ബട്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു പ്രൊഡക്റ്റിനും അത്ര എക്സ്പയറി കൊടുക്കുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആവുന്തോറും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയും. സോ ഞങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ട്സിലും എക്സ്പയറിയും 4 months to 8 months വരെയാണ്. ആൻഡ് പ്യുവർലി നമ്മളതിൽ പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. വേറെ അഡിറ്റീവ്സ് ഇല്ല, ആൻറ്റി ഓക്സിഡൻറ്റ് ഏജൻസ് ഇല്ല, സീക്വസ്റ്ററൻസ് ഇല്ല, എമൽസിഫയേഴ്സ് ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്യാതെ നമ്മൾ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും ഷെൽഫ് ലൈഫ് കൊടുക്കുന്നുണ്ട്. മോർ ദാൻ ദാറ്റ് ആണ് ശരിക്കും ഷെൽഫ് ലൈഫ്. ബട്ട് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് വിൽ ബി ഗിവിങ് 4 months to 8 months അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൊഫഷണലി സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ഓംലെറ്റ് എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്? കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മേഖലകളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? അത് 2020 എൻ്റെ മകളുണ്ടായി. സോ വൈഫ് മകൾക്ക് വേണ്ടിയിട്ട്, അവൾക്കൊരു വയസ്സാവുന്ന സമയത്ത് മകൾക്ക് വേണ്ടിയിട്ട് എഗ്ഗ് വെച്ചിട്ടൊരു പ്രൊഡക്റ്റ്, ഒരു അപ്പം പോലെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര സ്മെല്ലായി. അവൾ ഈ ബ്രൊക്കോളി, ക്യാരറ്റ് എല്ലാം യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാറ്ററായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം കേട് വരാൻ തുടങ്ങി. അപ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങിയതാണ്. ബട്ട് ഞാൻ വളരെ സീരിയസ് ആയിപ്പോയി. ഞാൻ കുറേ ഫോർവേഡായിപ്പോയി, മുമ്പോട്ട് പോയി. പിന്നെ എനിക്ക് പിന്നോട്ട് ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല, ടൈമും കിട്ടിയില്ല. സോ ഞാനതിപ്പം കണ്ടിന്യൂസ്ലി എൻ്റെ പാഷനും പ്രൊഫഷനുമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു മുന്നേ സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്, ഓൾസോ സ്റ്റാർട്ടപ്പ് കമ്പനി. അപ്പോൾ നമ്മൾ 2012 മുതൽ 2020 വരെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കറൻ്റ്ലി ആ കമ്പനി നമുക്ക് അറിയുന്ന കുറച്ച് പേര് കൂടി റൺ ചെയ്യുന്നത്. ഈ ഒരു സംരംഭത്തിൻ്റെ മൂലധനം എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയായിരുന്നു? അതായത് എന്തായാലും തുടക്കത്തിലൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത്? എല്ലാത്തിനും ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളിപ്പോൾ ഒരു കട തുടങ്ങുകയാണെങ്കിലും നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ക്യാപിറ്റൽ മാനേജ്മെൻറ്റും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി എനിക്ക് ഫാമിലിയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മാർക്കറ്റിൽ നിന്ന് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള കുറേ എമൗണ്ട് കിട്ടാണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൂട്ടിവെച്ച് ആൻഡ് കൂടാണ്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ. പിന്നെ അതേപോലെ കേരള ഗവൺമെൻറ് ഓൾറെഡി സീഡ് ഫണ്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ടാണ് തന്നത്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആണ് കമ്പനി. ആൻഡ് നമ്മൾ പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിനൊന്നും എടുത്തിട്ടില്ല. ആൻഡ് കറൻ്റ്ലി വി ഡു ഹാവ് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഞങ്ങളുടെ സെർട്ടൻ പ്രൊഡക്ട്സിൻ്റെ ഒരു മാജിക് കണ്ടിട്ട് കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെഷീനറീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്? മെഷീനറി ഒന്നും നമുക്ക് കസ്റ്റം ഇതിന് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനറീസ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. സോ നമ്മൾ കസ്റ്റം ചെയ്തു, ഒരുപാട് മെഷീനറി കസ്റ്റം ചെയ്തു, ഒരുപാട് ഫെയിലായി. 70 times ഒക്കെ നമ്മുടെ ഓംലെറ്റിൻ്റെ മെഷീനറി 70 പ്രാവശ്യം ഫെയിലായിട്ടുള്ള കാര്യമാണ്. കാര്യം പാക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതിൻ്റെ ഹെഡൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് കേടുവരും. സോ വി കെപ്റ്റ് ഓൺ ട്രൈയിങ്. ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് അവസാനം സക്സസ്ഫുൾ ആയി. പിന്നെ ഫോർമുലേഷൻ അഗെയിൻ അനദർ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതും ഇതേപോലെ ട്രൈ സക്സീഡ്. അങ്ങനെയൊക്കെ കുറേ ട്രയലും ട്രൈസും ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആകെ മൊത്തം എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഇതൊന്ന് സക്സസ്ഫുൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട്? 2021 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടിയും ഞങ്ങൾ ഓപ്പറേഷനിലായത് 2023 ലാസ്റ്റ് 2024 ഫസ്റ്റിലാണ്. ഫ്രം ദർ ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ സിംഗിൾ പെനി ഇൻവെസ്റ്റ് ചെയ്യാണ്ട് വി ഹാഡ് അക്വേർഡ് മെനി ബ്രാൻഡ്സ് ത്രൂ ഔട്ട് കേരള ആൻഡ് അബ്രോഡ് ആയിട്ടുള്ള കമ്പനീസ് നമ്മൾ എന്ത് ചെയ്ത് അക്വയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി, പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുന്ന രീതി, നമ്മളെ സ്ട്രാറ്റജി, ഇതിൽ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്ന് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും ആക്സെപ്റ്റൻസും ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിൽ കോപ്പിയിങ് വളരെ കൂടുതലുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പുള്ള ട്രെൻഡ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുട്ബോൾ ടർഫുകൾ ഒരാൾ കൊണ്ടുവന്നു, എല്ലാവരും അത് കോപ്പി അടിക്കാൻ തുടങ്ങി. ചപ്പാത്തി കമ്പനി കൊണ്ടുവന്നു, എല്ലാവരും അത് കോപ്പി അടിക്കാൻ തുടങ്ങി. പക്ഷേ ബിയോണ്ട് ദാറ്റ് ആൾക്കാർക്ക് വേണ്ട സാധനം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വരും. ഇപ്പം നമുക്ക് കറൻ്റ്ലി 3 സ്റ്റേറ്റിലാണ് ഓപ്പറേഷൻ ഉള്ളത്: കേരള, തമിഴ്നാട് ആൻഡ് കർണാടക. ആൻഡ് നമുക്ക് വളരെ നല്ല രീതിയിൽ കുറച്ച് ബ്രാൻഡിനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂടി നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അക്വയറിങ് ഈ മാർക്കറ്റ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ 14 ഡിസ്ട്രിക്ട്സിലും ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ചെന്നൈയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സേലം, കോയമ്പത്തൂർ, ഈറോഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്പെസിഫിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ, മൈസൂർ, മാംഗ്ലൂർ, കർണാടകയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മളെ സപ്പോർട്ടീവായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പം ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത രീതി അത് ഞങ്ങളുടെ സ്ട്രാറ്റജീസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞങ്ങൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് സ്പെൻഡിന് വീടിൻ കുറച്ച് സെർട്ടൻ എമൗണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പ്രൊഡക്റ്റ് ഈസ് ദ കിങ്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഞാനൊരു പ്രൊഡക്റ്റ് പേഴ്സണാണ്, മാർക്കറ്റിംഗ് എനിക്ക് സെക്കൻഡറി ആണ്. അപ്പം പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. സോ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് ആവശ്യമുള്ള, ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ആക്സെപ്റ്റ് ദാറ്റ്. അപ്പം ഇൻസ്റ്റൻറ്റ് വേൾഡാണ് ഇനി അങ്ങോട്ട് മൊത്തം. ആൻഡ് ഫുഡ് ഈസ് ദ ഫ്യൂച്ചർ. ഫുഡിലാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇപ്പം ഞങ്ങൾ ഈ ഓംലെറ്റ്, വേൾഡ്സ് ഫസ്റ്റ് ഓംലെറ്റിന് പുറമേ ഞങ്ങൾ ചെയ്യുന്ന 2 പ്രൊഡക്ട്സ്, യൂണീക്കായിട്ടുള്ള 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ ക്യാപ്സ്യൂൾസാണ്. അപ്പോൾ എഗ്ഗ് കഴിക്കാൻ, എഗ്ഗിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരും ഉണ്ട്. സോ എഗ്ഗിൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരു ക്യാപ്സ്യൂൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിൽ ബി ഗെറ്റിംഗ് ആ എഗ്ഗിൻ്റെ വാല്യൂ മൊത്തം അതിലുണ്ടായിരിക്കും. പ്യുവർലി എഗ്ഗാണ്. ആൾക്കാർക്ക് ആവശ്യം എന്താണ് അത് നമ്മൾ സെർവ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യും. ഇതേപോലെയാണ് ഞങ്ങളുടെ ഹെൽത്ത് ഡ്രിങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെൽത്ത് ഡ്രിങ്ക് ഇന്ന് മാർക്കറ്റിൽ എല്ലാം ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഡ്രിങ്ക് കാറ്റഗറിയിൽ മൊത്തം. അപ്പോൾ അതിൽ ഏറ്റവും ലോവർ എൻഡിൽ പ്രോസസ്സ് ചെയ്യാനും അതേപോലെ ന്യൂട്രീഷണൽ വാല്യൂ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിലില്ല. സോ അതും നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ആൾക്കാർക്ക് ആവശ്യം എന്താണോ അത് കൃത്യമായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല പ്രൈസിന് പ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യും. 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് മലയാളികൾ. കേരളത്തിൽ ഈ സാധനം നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രത്യേകത. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലീവ് ചെയ്യുന്ന സിസ്റ്റവും ആ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെയാണ്. അപ്പോൾ ആൾക്കാർ നല്ലതാണ് നല്ലതെന്ന് പറയും, ചീത്തതാണ് ചീത്തതെന്ന് പറയും. അപ്പം ഡെഫിനറ്റ്ലി നമ്മളെന്ത് ചെയ്യും, ഓരോ ദിവസം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് വരുന്ന ഫീഡ്ബാക്സ്, അപ്പം ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ജനങ്ങളത് പറയാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിക്കും. മാർക്കറ്റിലെത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും. ഒരു കമ്പനി റൺ ചെയ്ത് പോകുമ്പം അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫും കൂടെ വേണം. അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ആമ്പിൾ എമൗണ്ട് ഓഫ് സ്റ്റാഫ്സ് ഉണ്ട്. ഇനിയിപ്പം ഞങ്ങൾ സെയിൽസിൽ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഈ സെയിൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം ഈ വരുന്ന ആളുകൾക്ക്, അതായത് സ്റ്റാഫ്സിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് വെച്ചിരിക്കുന്നത്? എഡ്യൂക്കേഷൻ മാത്രമല്ല ഒരു ക്രൈറ്റീരിയ, സ്കില്ലും ടാലൻറ്റും വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ എപ്പോഴും നമ്മൾ KG മുതൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ്സ് എ ബേസിക് എഡ്യൂക്കേഷൻ. അതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. ബേസിക് ആയിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ മാത്രമാണ്. അപ്പോൾ മാത്സ് പഠിച്ചു, മാത്സിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ജീവിതത്തിൽ എവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നില്ല. കെമിസ്ട്രിയിൽ ഇതേപോലെ ചെയ്യുന്നുണ്ട്, ഇല്ല. സോ വേണ്ട സാധനമല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് അത് ഇറ്റ്സ് എ ബേസിക്സ് ആണ്. അതിൻ്റെ നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ട് തരാമെന്ന് മാത്രമല്ല ഈ എഡ്യൂക്കേഷനും ഉണ്ട്. ബാക്കിയുള്ള സ്കില്ലും സെൻസും കോമൺ സെൻസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളുടെ ഒരു ക്രൈറ്റീരിയ എന്താ വെച്ചാൽ, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ക്രൈറ്റീരിയ. നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്കില്ലും കോമൺ സെൻസും ടാലൻറ്റും പാഷനും. ഈ 4 സാധനമാണ്. എഡ്യൂക്കേഷൻ ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റാണ്. പിന്നെ നമ്മൾ വൊക്കാബുലറി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി ഡെവലപ്പ് ആവും, ഇമ്പ്രൂവ് ആവും. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൂടും. അങ്ങനത്തെ ക്രൈറ്റീരിയാസ് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. എഡ്യൂക്കേഷൻ വേണം വേണ്ടാന്നല്ല,
ബട്ട് അതൊരു പ്രിഫറബിളി ഫസ്റ്റ് ക്രൈറ്റീരിയ അല്ല ഞങ്ങളുടെ ടീമിന്. ഇപ്പം എത്ര ആളുകളാണ് കൂടെ ഉള്ളത്? ഇപ്പോൾ കമ്പനിയിൽ 15+ ഉണ്ട്. ബാക്കിയുള്ള സ്റ്റാഫുകൾ കമ്പനിയിൽ മീൻസ് പുറത്തും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്റ്റാഫുകൾ കേരളത്തിന് പുറത്തും തമിഴ്നാടുമായിട്ട് വേറെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വീൻസ് ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമുക്കൊരു ഓംലെറ്റ് മാത്രമാണോ പറയുന്നത്? അതായത് നമുക്കിപ്പം അത് ബോയിൽ ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ട് ഇപ്പം, അതായത് ഓൺ ദ വേ ആണ്. ഞങ്ങൾ ക്യൂബ്സ് പ്രൊവൈഡ് ചെയ്യും, എഗ് ക്യൂബ്സ്. അത് എഗ് ക്യൂബ്സ് നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ബോയിൽഡ് എഗ് പോലെ ആവും. അനദർ പ്രൊഡക്റ്റ് കമ്മിങ് ഫ്രം നമ്മുടെ സൈഡ്. ജസ്റ്റ് ഷേപ്പ് മാറുന്നു. ഷേപ്പ് മാറുന്നു. നമ്മളൊരു സ്ക്വയർ ക്യൂബായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് റൗണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ചെയ്യാനും അതിന് ഇൻക്യുബേറ്റ് ചെയ്യാനും കുറച്ച് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ചെറിയ ഷേപ്സിൽ ക്യൂബ്സ് ആയിട്ട് മാറ്റുകയാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബോട്ടിലാണ് വരിക, അത് ജസ്റ്റ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുങ്ങിയ പോലെ ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അത് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഞങ്ങൾ R&D നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംരംഭത്തിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും കരുതുന്നത്? ഇതൊക്കെ നമ്മൾ ഡ്രീംസ് എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ് ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളെ ഡ്രീം എത്രത്തോളം വലുതാവുന്നോ അതിന് പ്രപ്പോർഷണലി നമ്മുടെ കമ്പനി വലുതാവും. അപ്പോൾ ഡ്രീം $1 ബില്യൺ കമ്പനിയൊക്കെയാണ്. അത് എന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഇന്നേ വരെ ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഫ്രം കേരള. ലോകം അറിയുന്ന ബെസ്റ്റ് കമ്പനീസിൽ ഒന്നായിരിക്കും കേരളത്തിൽ നിന്നുള്ള. അത് ഡാം ഷുവറാണ്. കാര്യം അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഡേ ബൈ ഡേ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ചെയ്യുന്നു. ആൻഡ് കുറേ പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കേരളത്തിലുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ് മേജർ ക്ലയൻറ്റുകൾ മേജർ പാർട്ടീസ് ഞങ്ങളുടെ ക്ലയൻസാണ്. ആൻഡ് അത് നമുക്ക് വീണ്ടും ഞങ്ങൾക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മേഖലയും കൂടെ ഓപ്പൺ ആയിട്ട് വരികയാണ്. അപ്പം ഡെഫിനറ്റ്ലി ലോകം അറിയുന്ന നല്ലൊരു കമ്പനിയായിട്ട് മാറാൻ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അർജുൻ്റെ ഫാമിലിയൊക്കെ? എനിക്ക് ഒരു മോളുണ്ട്. വൈഫ് IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മോൾ LKG പഠിക്കുകയാണ്. അച്ഛൻ, അമ്മ, എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇതാക്കുന്നത്. ബട്ട് ഇപ്പം മകള് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പം വൈഫും ഞാനും ബാംഗ്ലൂരാണ് ഉണ്ടാവാറ്. അപ്പം വൈഫും വൈഫിൻ്റെ സിസ്റ്റേഴ്സും ഞങ്ങൾ എല്ലാവരും ഒരു കൂട്ടുകുടുംബം പോലെയാണ് കഴിയുന്നത്. സോ ഞാൻ ബാംഗ്ലൂർ ഇല്ലെങ്കിലും അവരത് മാനേജ് ചെയ്യും. അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആണ്. കാര്യം നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പം അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് അൺബാലൻസ്ഡ് ആയിപ്പോവും. കാരണം എന്താ വെച്ചാൽ വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടുണ്ട്, പാരൻസിൻ്റെ ഭാഗത്തുനിന്ന്, ഗ്രാൻഡ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന്, അതേപോലെ എൻ്റെ അങ്കിൾ, ആൻറ്റി അവരൊക്കെ ഇതിനു വേണ്ടി വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും ആ പ്രൊഡക്റ്റിലൊരു കൃത്യമായിട്ടുള്ള വിഷൻ കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാമെന്നും അറിയുമ്പോൾ ഡെഫിനറ്റ്ലി അവർ സപ്പോർട്ട് ചെയ്യും. ആൻഡ് നമ്മൾ എന്ത് പറഞ്ഞിട്ട് അതിൽ ബാക്കിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇല്ല, ഇതൊരു ജേണിയാണ്. ഇതിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അപ്പം ഡൗൺ സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നാളെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യത്. അത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ എവിടെയില്ല. എവറിത്തിങ് ഈസ് ഹ്യൂമൻ മെയ്ഡ്. അതിൽ തെറ്റുകളും ഉണ്ടാവും, ശരികളും ഉണ്ടായിരിക്കും. പിന്നുള്ളത് ഭൂമിക്കായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോബ്ലംസും പ്രശ്നങ്ങൾക്കും അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലേ ഉള്ളൂ. അല്ലാണ്ട് ആരും ഇവിടെ ഒരാൾക്കും കൊണ്ടു തരില്ല. സോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, അത് നമ്മൾ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് മാത്രമേ ഇതിലുള്ളൂ. അതിലൊരു നെഗറ്റീവ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുമ്പോട്ട് പോവില്ല. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുക? കറൻ്റ്ലി ഞങ്ങളിപ്പം B2B മാത്രമേ ഉള്ളൂ. ഞങ്ങൾ റീറ്റെയിൽ മാർക്കറ്റിൽ ഇല്ല. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, മൂപ്പ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ എഗ് മിൽക്കാണ് വരാൻ പോകുന്നത്. അത് സൂൺ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ആൻഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പിന്നെ നമ്മുടെ മിനിസ്റ്റർ P രാജീവ് സാറ് പിന്നെ അവരുടെ ടീം വല്ലാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി സൂൺ അത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഒക്കെ കുറേ കാര്യങ്ങൾ മാറി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ പണ്ട് കേരളത്തിലൊന്നും നടക്കില്ല, ഇപ്പം കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അത് പോസിറ്റീവായി എടുത്തിട്ട് അതിനുള്ള കാര്യങ്ങൾ മിനിസ്റ്റർ, ഈ നമ്മുടെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തി ഫുൾ ടൈം 24/7 എല്ലാവരും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഹി ഹിംസെൽഫ് ഈസ് ഡൂയിങ് ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒന്നുമില്ലാത്തവിടത്തു നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അതന്നെ ഒരു പോസിറ്റീവ്. അത് പോസിറ്റീവായിട്ട് എടുത്താലും മതി. അപ്പം ഇതാണ് അതിൻ്റെ ഫ്യൂച്ചർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഒഫീഷ്യൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സോ
അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക, നമ്മൾ പ്രൊഡക്റ്റായിട്ട് മുമ്പോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്. എല്ലാ സപ്പോർട്ടോടുകളും കൂടി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു അർജുൻ. ഇനി ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ? പാടുന്നത് സ്വാതിക് പെരുമുഖം. ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, കാൽപാദം സുബർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ. ജന്നത്തിൻ വഴിയതൊന്ന്, വെള്ളാരം കല്ലാം മനമല്ലേ. ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. മാറത്തു ചേർത്തു കിടത്തി മധുരം പകർന്നില്ലേ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നും ഒരു കുളിരല്ലേ. ചെറുപ്രായം തൊട്ടെന്നെ പോറ്റി വളർത്തിയിലേ, കരയുന്ന നേരത്ത് മിഴിനീരും മാറ്റിയിലേ. തേങ്ങുമ്പോൾ പൊന്നുമ്മ നൽകുന്നു മണിമുത്തം, അന്നേരം എന്നുള്ളിൽ അകലും നോവതുമൊത്തം. ഉമ്മാൻ്റെ അകമിനിയും തോരാതെ മധു ചൊരിയും, ഉമ്മാൻ്റെ പുഞ്ചിരിയും ഓർക്കുമ്പോൾ മിഴി നിറയും. ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. കറയില്ല സ്നേഹം പകുത്തു തന്നു അലകടലോളം, നബിയോരിൽ കിസ്സ പറഞ്ഞു രാവിൽ ഉറങ്ങോളം. ഉണരുമ്പോൾ മുത്തം തന്നു കവിളിൽ മതി വരുവോളം, ഓ തിന്നായി പറഞ്ഞയച്ചു കാത്തു ഞാനണയോളം. ആ കാലം ഇനി വരുമോ, വിധി എന്നില്ലേകിടുമോ, ഉമ്മാക്കൊരു തണലാകാൻ നാദാ നീ തുണ തരുമോ. ഉമ്മാൻ്റെ മടിത്തട്ടിൽ ചായാനൊരു തണൽ തരുമോ, ജന്നത്തിൻ തിരുവാതിൽ അണയാനൊരു വിധി തരുമോ. ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, കാൽപാദം സുബർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ. ജന്നത്തിൻ വഴിയതൊന്ന്, വെള്ളാരം കല്ലാം മനമല്ലേ. സ്വാതിക് പെരുമുഖം പാടിയ മാപ്പിളപ്പാട്ട് ഏവരും ആസ്വദിച്ചെന്ന് കരുതുന്നു. ഇതോടെ ഇന്നത്തെ യുവവാണി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. യുവവാണി സമാപിക്കുന്നു.